കേറ് വണ്ടിക്കകത്ത് കേറ് വണ്ടി കേറ്. എന്താ മനുഷ്യ കേറ് പറയാം കേറ്. നിങ്ങളിപ്പോ എവിടെ ആ ചുമക്ക് ചുമക്ക് നന്നായിട്ട് ചുമക്ക്. നിങ്ങളെ ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചാ വരൂലല്ലോ നിങ്ങള്. നിങ്ങൾ ഈ ചുമന്ന് ആരും വണ്ടിയിൽ കേറൂലോട്ടാ. ചുമേന് ചുമക്കലൊക്കെ തന്നെ. വണ്ടി കയറാൻ അതിന് ആൾക്കാർ തിരിച്ചു പോയോളൂ. ഓട്ടോ കിട്ടൂല. ആദ്യം മരുന്ന് മേടിച്ചിട്ട് വേണം വണ്ടി ഓടിക്കാനായിട്ട്. മാറ്റി ആൾക്കാർ വന്ന് കയറില്ല വണ്ടിയിൽ. കൂടാനറിയാവില്ലേ? ചേട്ടാ അവര് വീട്ടില് വരട്ടെ, സംസാരിക്കാം. നമുക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം. ഞാനെന്ത് ചെയ്ത്? ഞാനെന്ത് തെറ്റിയത്? തെറ്റ് ചെയ്താലും അമ്മമാർക്ക് നീ ആ പുന്നാരിച്ച് വശലാക്കിയത് അല്ല അപ്പനല്ല അല്ലേ? മോൾ എവിടെ പോയെന്നാ നീ പറഞ്ഞേ? കോളേജില് അപ്പുറത്തെ വീട്ടിലെ ചെറുക്കനും ഇവളും കൂടെ ഷേണാഴ്ചയിൽ കയറി പോകുന്ന ഞാൻ കണ്ടല്ലോ. അവളെവിടെ പോയെന്നാ നീ പറഞ്ഞത്? മോൾ എവിടെ പോയെന്നാ പറഞ്ഞേ? കോളേജാ? ഷേണാഴ്ചയിലാണോ കോളേജ്? അവനും അടുത്ത വീട്ടിലെ ആ ചെറുക്കനുമായിട്ട് ഷേണാഴ്ചയിലോട്ട് കയറി പോകുന്നത് ഞാൻ കണ്ടല്ലോ. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ ഗേറ്റ് അടച്ച്. എന്റെ മോളെ കണ്ട എന്നെ എനിക്ക് തിരിച്ചറിയത്തില്ല. നീ എന്താ എന്നെ പൊട്ടനാക്കുവാണോ? അവളങ്ങനെ ചെയ്യൂല ചേട്ടാ. അവള് ചെയ്യത്തില്ല. കഴിഞ്ഞ ദിവസം നമുക്ക് പാർക്ക് പോകണമായിരുന്നല്ലോ. നീ ചോദിച്ചായിരുന്നോ? പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ പോകാതെ ഇങ്ങനെ വല്ലവന്റെ കൂടെ കറങ്ങി നടന്നാല് എന്റെ മോള് ഭാവിയിൽ കഷ്ടപ്പെടും. അത് കാണാനുള്ള ശക്തി എനിക്കില്ലാത്തോട്ടാ. ഞാൻ എന്താ ചെയ്യും? എനിക്ക് ചോദിച്ചും കുറച്ചും ഞാൻ ഈ നടക്കുക. അവള് പഠിക്കാൻ പോകുന്നത് പഠിക്കാൻ പോകട്ടായോ? ഒരു കുറവുമില്ലാതെ വളർത്തിയതാണോ? അവള് ശിക്ഷയാണോ? ചേട്ടാ ഇനി നമ്മളൊന്ന് പഠിപ്പിക്കാൻ വിടണ്ട അവളെ. നമുക്ക് അവളെ കെട്ടിച്ചു വിടാം. ഏതെങ്കിലും ഒരു ചെറുക്കനെ നോക്കാം നമുക്ക്, ആരോടെങ്കിലും പറഞ്ഞിട്ട്. നമുക്ക് പുറകെ നടക്കാൻ പറ്റുമോ? കോളേജിൽ പോയെന്നും പറഞ്ഞ് പോകണം. നമ്മളിപ്പോ പുറകെ എന്നിട്ട് കാണുന്നുണ്ടോ ഇവള് കോളേജിലാണോ കയറുന്നത്, തിയേറ്ററിലാണോ കയറുന്നത്? നമുക്കൊരു നല്ലൊരു പയ്യനെ നോക്കും ചേട്ടൻ. എന്തായാലും ആരോടെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് കെട്ടിച്ചു വിടാം. ഇത്രയും ചേട്ടൻ കണ്ട് കഷ്ടപ്പെടുന്നതല്ലേ? നോക്ക് വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെടുന്നത്. മോളിങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, നമുക്കിത് തന്നെ ചെയ്യാം. ചേട്ടൻ നോക്ക്, ഒരാളോട് പറഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് നോക്ക്. എല്ലാം ഒറ്റക്കൊട്ടി എടുത്തിട്ട് നമുക്ക് കെട്ടിച്ചു വിടാൻ കൊച്ചിന്. ഇത്രയും പഠിപ്പിച്ച് കെട്ടിച്ചു വിടാനാണോടി? സ്വന്തം കാലിൽ നിന്ന് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് കെട്ടിച്ചു വിടുന്നതാണോ ഇത്രയും പഠിപ്പിച്ചത്? നമ്മ എന്താക്കാനാണ് ഇങ്ങനെയുള്ള പിള്ളേരാകുമ്പോ? ഇപ്പൊ പിള്ളേർ നടക്കണതൊക്കെ കണ്ടിട്ടില്ലേ ചേട്ടൻ? അവളെ പുന്നാരിച്ചതിനാണോ ഇത്? അവളെ ഞാൻ ഇങ്ങനെ അല്ലല്ലോ കണ്ടത്. കൂടുതൽ കൊഞ്ചിച്ച് വളർത്തുന്നവരാണ് ഇങ്ങനെ പോകുന്നത് കൂടുതൽ. ഒരു ദിവസം പോയി റെസ്റ്റ് എടുക്കാനാ വണ്ടി കൂടുന്നത്. ഹോസ്പിറ്റലിലോട്ട് പോട്ടെ കേട്ടോ. നേരെ പോയി ഇവിടെ ഹോസ്പിറ്റലിലോട്ട് പോട്ടെ. ആർക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്? ആശുപത്രിയിൽ ആർക്ക് വേണ്ടി അന്വേഷിക്കാനാ? ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ചിട്ട് വരാൻ ചേട്ടാ. ചുമയൊന്നും കുറഞ്ഞു കേട്ടോ. നേരെ കൊച്ചിങ്ങൾക്ക് മനസ്സിലാവണ്ട. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വല്ലതും മനസ്സിലാവോ? കൊച്ചുങ്ങൾക്ക് മനസ്സിലാവും. നേരെ നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോവാം കേട്ടാ. അങ്ങോട്ടെങ്കിലും പോവല്ലേ കേട്ടാ. അതൊക്കെ ജനിച്ചപ്പോ മുതല് ഒരു അല്ലലും ഇല്ലാതെ വളർത്തിയതാ. അതിന് അവള് തന്ന മറുപടിയായത്. അപ്പം തന്നെ കൂടുതൽ കൊഞ്ചിച്ച് വളർത്ത ഭക്ഷണമാക്കി കളഞ്ഞ അപ്പനാണ്. നമ്മളൊന്നും അല്ല. നമ്മുടെ കഷ്ടപ്പാട് അവക്കുണ്ടാവല്ലോ. എപ്പോഴും ഉള്ള ചേട്ടൻ നമ്മള് കഷ്ടപ്പെടുന്ന പോലെ നമ്മുടെ മക്കൾക്ക് കഷ്ടപ്പെടരുത്. അതിനു വേണ്ടിയിട്ടാ വളർത്തിയത്. അതൊക്കെ നേരത്തെയുള്ള കാലത്തല്ലേ. ഇപ്പോഴങ്ങനെയൊന്നും അല്ല. ഇപ്പോഴൊക്കെ മാറിപ്പോയല്ല കേട്ടാ.
ഹോസ്പിറ്റലോട്ട് പോണേ.